ഹലോ, അശ്വതി അനന്തൂസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനും ദച്ചൂട്ടനും റെഡിയായി നിൽക്കുവാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദച്ചൂട്ടനും എനിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോത്തങ്കോടുള്ള സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ദച്ചൂട്ടൻ അകത്തേക്ക് കയറി പോവാണ്. എനിക്കുള്ള ഡ്രസ്സ് ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മയെന്നും പറഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ബേബീസിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുവാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സും പിന്നെ വലിയ ബോയ്സിൻ്റെ സെക്ഷനൊക്കെ മുകളിലാണ് കേട്ടോ. നമുക്കുള്ള സെക്ഷനിലെല്ലാം താഴെയാണ്. ആദ്യം ഞാൻ എന്തായാലും ദച്ചൂസിന് നോക്കാമെന്ന് പറഞ്ഞാണ് മേളിലോട്ട് കയറിയത്. പിന്നെ അമ്പാടിക്കുട്ടൻ്റെ രണ്ട് ജീൻസിൻ്റെ പെയിൻറ്റും കൂടെ എടുക്കണമായിരുന്നു. എനിക്ക് ഇതിന് മുമ്പേ വന്നപ്പോഴത്തേനും കറക്റ്റ് ഫിറ്റിങ്ങിൽ അവന് ഒരു കുഞ്ഞ് ജീൻസിൻ്റെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരു ഷോപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നോക്കിയൊക്കെ എടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്പാടിക്കുട്ടൻ അവിടെ നിന്നൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ താഴേക്ക് വന്നു. കുഞ്ഞുങ്ങൾക്കുള്ള വലിയ സെലക്ഷനൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് കടക്കുവാണ് കേട്ടോ. ചുമ്മാ കറങ്ങി തിരിഞ്ഞ് ചപ്പൽസിൻ്റെയും നെയിൽ പോളിഷിൻ്റെയും സെക്ഷനിലേക്ക് ഒന്ന് പോയി. ഞാൻ എന്തായാലും ഒരു നെയിൽ പോളിഷ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയിൽ പോളിഷ് വൈപ്സും അവൈലബിൾ ആയിരുന്നു. അത് ഒത്തിരി റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം എടുത്ത് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ഡ്രസ്സ് കാണുമ്പോഴും അതെടുത്താലോ എന്നുള്ള ചിന്തയായിരുന്നു ഇങ്ങനെ മനസ്സിൽ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി നടന്നപ്പോഴത്തേനും ഒരു ടോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രയൽ റൂമിനകത്തോട്ട് പോയി. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര അതങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ ഒരു ടീഷർട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്കുട്ടൻ്റെ ഷർട്ടും രണ്ടും കൂടെ എടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ വരുന്നു അപ്പൂപ്പൻ. ഭയങ്കര സർപ്രൈസായി പോയിട്ടോ. അവിടെ അമ്മയോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് നിൽക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോഴായിരുന്നു കേട്ടോ സർപ്രൈസായിട്ട് വന്നത്. അമ്പാടിക്കുട്ടൻ്റെ ജീൻസ് കിട്ടാത്തത് കാരണം നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയി കേട്ടോ. ബേബി ഹഗ് ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നോക്കിയപ്പോഴത്തേനും അമ്പാടിക്കുട്ടനെ പറ്റിയ ഒരു രണ്ട് കളറിലെ ജീൻസ് കിടപ്പുണ്ടായിരുന്നു. ആ രണ്ട് ജീൻസും പിന്നെ ഒരു ബ്ലാക്ക് കളർ ഒരു കുഞ്ഞ് ടീഷർട്ടും ഉണ്ടായിരുന്നു. അതും ഇഷ്ടപ്പെട്ടു, അതും എടുത്തു. പിന്നെ ക്യാപ്പ് നോക്കിയപ്പോഴത്തേനും ഒടുക്കത്തെ റേറ്റാണ് കേട്ടോ. പിന്നെ അതങ്ങ് വെച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ദച്ചൂസിനുള്ള ഡ്രസ്സ് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് വെഞ്ഞാറമുള്ള ഒരു ഷോപ്പിൽ വന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ തിരിച്ച് വെമ്പായത്ത് വന്നപ്പോൾ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ദച്ചൂസിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻസും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്